ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷർ CMA മലയാളം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 10 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ സ്റ്റഡി നോട്ട് 7 ആണ്. ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് പ്ലാനിംഗ്. ഇതിന്റെ തിയറിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലം കൂടെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോയിലേക്ക് നേരെ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിയേണ്ടത് റേഷ്യോ അനാലിസിസ് ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ റേഷ്യോ അനാലിസിസിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും നമ്മൾ ഇതിന്റെ റേഷ്യോസ് പഠിക്കുമ്പോൾ ഈ റേഷ്യോസിന്റെ ഹെഡിങ് തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്കിത് പഠിക്കാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം. ടു മെഷർ ദി ലിക്വിഡിറ്റി പൊസിഷൻ. നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് പ്രിപ്പയർ ചെയ്യുന്നത്. ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫേമിന് വർഷാവർഷം കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇതൊക്കെ ആ ഒരു വിത്തിൻ എ ഇയറിൽ ഫേം എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. സോ അത് കൊടുക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ? അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അത് കൊടുക്കാനുള്ള കാശ് നമ്മുടെ ഫേമിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം നമ്മുടെ ഫേം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫേമാണ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് ലിക്വിഡ് റേഷ്യോസും മറ്റു കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു നോ ദി സോൾവൻസി പൊസിഷൻ. സോൾവൻസി പൊസിഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ലയബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പൊ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി തമ്മിലുള്ള റേഷ്യോസ് അതെങ്ങനെയാണ്? ഡെപ്റ്റ് ആണോ കൂടുതൽ, ഇക്വിറ്റി ആണോ കൂടുതൽ, അതിന്റെ റേഷ്യോസ്, അങ്ങനെ ബിസിനസിന്റെ സോൾവൻസി പൊസിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓർ ടേൺ ഓവർ ഓഫ് ദി ഫേം. കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഇപ്പൊ ഡെയിലി നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസിനൊക്കെ വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ട എമൗണ്ട്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ? പിന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതും മറ്റു കാര്യങ്ങളും. പിന്നെ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ റിസോഴ്സിന്റെ ടേൺ ഓവർ എത്രയാണ്, എത്ര വർഷം കൂടുമ്പോഴാണ് ടോട്ടൽ റിസോഴ്സുകളുടെ ടേൺ ഓവർ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റേഷ്യോ അനാലിസിസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ടു അസസ് ദി പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം. നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ എത്രയാണോ, അതായത് നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സെയിൽ നമുക്കുണ്ടോ, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, ആ പ്രോഫിറ്റബിലിറ്റി പൊസിഷന് നമുക്ക് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ വരുന്ന മെയിൻ ആയുള്ള അഡ്വാൻറ്റേജ് ആണ് ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. പേര് പറയുന്നത് പോലെ ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഫേം, സിമിലർ ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ഫേമിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ആ രണ്ട് ഫേം, ഇപ്പൊ എക്സും വൈയും ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ചെയ്യുന്നത് സെയിം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ റേഷ്യോ ഒരു വർഷത്തെ റേഷ്യോയും വൈയുടെ ഒരു വർഷത്തെ റേഷ്യോ അനാലിസിസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് ഫേം ആണ് കൂടുതൽ ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നത്, ഏത് ആൾക്കാണ് കൂടുതൽ സെയിലും മറ്റു കാര്യങ്ങളും വരുന്നത്. സോ ഇന്റർ ഫേം കമ്പാരിസൺ നമുക്ക് റേഷ്യോ അനാലിസിസിലൂടെ പോസിബിൾ ആണ്. കാരണം റേഷ്യോ വരുമ്പോൾ ഫിഗേഴ്സ് വളരെ കുറവാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കാണുന്ന ഒരു വ്യക്തിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു നമ്മുടെ പർട്ടിക്കുലർ ഫേമിന്റെ ഉള്ളിൽ തന്നെ ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്പാരിസണോ, അല്ലെങ്കിൽ ഇപ്പോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ ഫിനാൻസിംഗ് ഡിപ്പാർട്ട്മെന്റും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഇൻട്രാഫേം, ഒരു ഫേമിന്റെ ഉള്ളിൽ നടക്കുന്ന കമ്പാരിസണും നമുക്ക് റേഷ്യോ അനാലിസിസിലൂടെ വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കും. ഇനി ലാസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു ട്രെൻഡ് ഒരിക്കലും നശിക്കില്ല. മീൻസ് നമ്മൾ ഇപ്പൊ 2020 ട്രെൻഡ് ആയിരിക്കില്ല 2030. സോ നമ്മുടെ ട്രെൻഡിന്റെ ഫ്ലക്ച്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് റേഷ്യോ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് റേഷ്യോ അനാലിസിസിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ലിക്വിഡിറ്റി പൊസിഷനും സോൾവൻസി പൊസിഷനും ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാനും, അതുപോലെ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യാനും, പിന്നെ ഇന്റർഫേം കമ്പാരിസണും ഇൻട്രാഫേം കമ്പാരിസണും റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ട്രെൻഡ് അനാലിസിസ്. നമുക്ക് ഫേവറബിൾ സിറ്റുവേഷനും അൺഫേവറബിൾ സിറ്റുവേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ട്രെൻഡ് അനാലിസിസിലൂടെയാണ്. സോ റേഷ്യോ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജസ്.
പിന്നെ നമുക്ക് വരുന്നത് റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻ ആണ്. അഡ്വാൻറ്റേജ് പോലെ തന്നെ റേഷ്യോ അനാലിസിസിന് വരുന്ന മേജർ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് എ ചാലഞ്ചിങ് ജോബ് ടു ഫൈൻഡ് ആൻ അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്. അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോ റേഷ്യോ എടുക്കുമ്പോഴും ഇപ്പം ഒരു ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എടുക്കുന്നു, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ 2 ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഏതിനെയാണ് അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്നുള്ളത് ഒരു ചലഞ്ചിങ് ജോബാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇവാലുവേറ്റ് ദി ഡിഫറൻസ് ഇൻ ദി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദി കമ്പനീസ് പെർഫോമൻസ് ഇൻ എ പർട്ടിക്കുലർ ഇയർ ആസ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് അനദർ ഇയർ ആൻഡ് ദാറ്റ് ഓഫ് അനദർ കമ്പനി. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇന്റർഫേം കമ്പാരിസണും ഇന്റർഫേം കമ്പാരിസണൊക്കെ പോസിബിൾ ആണെന്ന് അഡ്വാൻറ്റേജിൽ പറഞ്ഞു. പക്ഷെ ഈ 2 കമ്പനീസിനും 2 തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളാണ് അവരെടുത്തതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പേർക്കും 2 രീതിയിലുള്ള പെർഫോമൻസ് ആണ്, അവരെടുത്തിരിക്കുന്ന ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കമ്പാരിസൺ വളരെ എഫക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കില്ല. സോ അപ്പോൾ നമ്മൾ നമ്മുടെ സെയിം കോമ്പറ്റീറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് വേറെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ അനാലിസിസ് വെച്ചിട്ട് 2 ഫേമും കൂടെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി മൂന്നാമത്തെ ലിമിറ്റേഷൻ, while making comparison of ratios, due allowance should be made for changes in price level. A change in price level can seriously affect the validity of comparison of ratios computed at different time periods, and particularly in case of ratios whose numerator and denominator are expressed in different units of currency. പ്രൈസ് ലെവലിന്റെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ അനാലിസിസിന്റെ കമ്പാരിസൺ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസികൾ, ഇപ്പൊ ഒരു യൂറോയും പിന്നെ നമ്മളൊരു ഡോളറും ആണ് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഡിഫറൻസ് നമുക്ക് റേഷ്യോയിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണ്. സോ അത് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പ്രൈസ് ലെവലിന് വരുന്ന ചേഞ്ചസും നമ്മൾ റേഷ്യോസിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ വരുന്ന 4ാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ comparison are become difficult due to differences in definition like gross profit, operating profit, net profit have to got precise definition, and there is considerable diversity in practice as to how they should be measured. അത് മെയിൻ ആയിട്ട് വരുന്നൊരു പോയിന്റ് ആണ്. ഒരു ഫേം എടുക്കുന്ന ഗ്രോസ് പ്രോഫിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന മാറ്റേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ അതിന്റെ കോമ്പറ്റീറ്റീവ് ഫേം യൂസ് ചെയ്യുന്നത്. ഒരു ഫേം എടുക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനകത്ത് വരുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്കറിയാലോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് അവർ എന്തെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റീവ് ഫേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പാരിസൺ വളരെ റിലയബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെ ഓരോന്നിനും നമ്മൾ എടുക്കുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ആ ഒരു കമ്പാരിസണും പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അടുത്ത ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ലിമിറ്റേഷൻ, ബാലൻസ് ഷീറ്റ് ഇഗ്നോർസ് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ. അതായത് ബാലൻസ് ഷീറ്റ് നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഒരു ചെറിയ സമയത്ത് ഒരു 1 or 2 മന്തിൽ നടക്കുന്ന ഫ്ലക്ച്വേഷനും മറ്റു ഡീറ്റെയിലുകളും ഒന്നും നമുക്ക് എവിടെ അറിയാൻ സാധിക്കില്ല, ബാലൻസ് ഷീറ്റിൽ അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റും ലയബിലിറ്റീസും ലോങ് ടേം ഡെപ്റ്റും ലോങ് ടേം ലയബിലിറ്റീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ ബാലൻസ് ഷീറ്റിന് അത്ര ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ട് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ റേഷ്യോ അനാലിസിസിന്റെ ഒരു മേജർ ലിമിറ്റേഷൻ ആയിട്ട് അതിനെ പറയുന്നു. പിന്നെ പറയുന്നത് വേരിയിങ് ഡിഫറൻസ് ആർ ഫൗണ്ട് അമംഗ് അക്കൗണ്ടിംഗ് മെത്തേഡ്സ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് മെത്തേഡ്സ് പല രീതിക്കായിരിക്കും. അതായത് അസറ്റ് വാല്യൂ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഇപ്പൊ മിക്കവാറും ചില അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ, ചില ഫേമുകൾ അസറ്റിന് കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ ബേസിസ് ആയിരിക്കും. പക്ഷെ അവരുടെ കോമ്പറ്റീറ്റർ കൊടുക്കുന്നത് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അതിന്റേതായ വ്യത്യാസങ്ങൾ ഈ പറയുന്ന റേഷ്യോയിൽ സംഭവിക്കും. അതുപോലെ റൈറ്റ് ഓഫ്, കോസ്റ്റ്, എക്സ്പെൻസ്, ഇതൊക്കെ ഓരോ കമ്പനികളും അവരവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. സോ ആ ഡിഫറൻസുകളേക്ക് വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഇന്റർഫേം അല്ലെങ്കിൽ ഇന്റർഫേം കമ്പാരിസൺ നടത്തുന്നത്. സോ അത്ര റിലയബിലിറ്റി ഉള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല അതെന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് ലിമിറ്റേഷനിൽ വരുന്നത് ടെൻഡൻസി ടു ഓവർ എംപ്ലോയ് ദം. അതായത് നമ്മൾ എപ്പോഴും റേഷ്യോ വളരെ എളുപ്പമാണ്, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഓരോ ഫേംസും കൂടുതലായിട്ടും റേഷ്യോയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്നത് വളരെ പ്രോപ്പർ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേഷ്യോയിൽ വലിയ റിലയബിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് പ്രോഫിറ്റ് നൽകുന്നതിനുപരി എന്തായിരിക്കും, കമ്പനിക്ക് കൂടുതൽ ലോസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടേം ആണ് വിൻഡോ ഡ്രസ്സിംഗ്. നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലം തൊട്ടേ കേൾക്കുന്ന ഒരു വേർഡാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്.
അത് വേറൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പുറമേ നിന്ന് ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണുന്നു, അല്ലെങ്കിൽ ഒരു കട കാണുന്നു. അതിനുള്ളിലേക്ക് ആ ഭംഗിയെ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ കടയ്ക്കുള്ളിൽ കയറുന്നു. കയറിയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ പുറമേ നിന്ന് കാണുന്ന ആ ഒരു പുറം മൂടി മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ കടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആ കട എന്നുള്ള വേർഡ് മാറ്റി അവിടെ ഒരു ഫേം ആക്കിയാൽ അത് തന്നെയാണ് വിൻഡോ ഡ്രസ്സിംഗിൽ പറയുന്നത്. ഇവിടെ അക്കൗണ്ടിനെ നമ്മൾ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തൊക്കെയോ കുറെ കറപ്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള വൈറ്റൽ ഫാക്ട്സ്, ചിലപ്പോൾ കമ്പനി വളരെ നഷ്ടത്തിലായിരിക്കും, പക്ഷെ എന്താണ്, നമ്മളൊരു ബെറ്റർ പൊസിഷൻ കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എന്തെങ്കിലും ലോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ നേടാനുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നേടും. സോ ഒരു മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് നടത്തുന്നതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, നമ്മള് ഇപ്പൊ കമ്പനിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഇപ്പോ ഏറെക്കുറെ പൂട്ടിപ്പോകുന്ന സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരുടെ അടുത്തും അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് അറിയാവുന്ന കമ്പനിയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്ഥിരം ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ പറയാണ് കമ്പനി ഒരു ബെറ്റർ പൊസിഷനിലാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തില് എന്താണ്, നമുക്ക് അവരെ സംബന്ധിച്ച്, ആ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ പൈസ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, കമ്പനി പൂട്ടി പോവുകയും ചെയ്യും. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കുന്നു, പക്ഷെ ഉള്ളിലോട്ട് അതിനത്രത്തോളം എന്തില്ല, ഒരു ബെറ്റർ പൊസിഷൻ ഇല്ല. അതിന് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടെക്സ്റ്റൈൽ എക്സാമ്പിൾ തന്നെ എടുത്തിനാ കണ്ടോ, ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. നമുക്കറിയാം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ട്, അതായത് കമ്പനിക്ക് നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നടത്തുന്നത് ഒരു അൺവാറന്റഡ് പ്രൈസ് റിഡക്ഷനിലൂടെയാണെന്നുണ്ടെങ്കിലോ, ഇപ്പൊ 100 രൂപ വിലയുള്ള ഒരു സാധനം 50 രൂപയ്ക്കും 60 രൂപയ്ക്കും വിറ്റിട്ട് നമ്മൾ വളരെയധികം സെയിൽ നടത്തുകയാണ്. അങ്ങനെ സെയിൽ നടത്തുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കൂടും. കാരണം നമ്മൾ വിറ്റ് പെട്ടെന്ന് പോകുന്നുണ്ടാവും. 100 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ വന്ന് വാങ്ങുന്നുണ്ട്. സോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഹൈ ആണ്. പക്ഷെ എന്താണ്, ശരിക്കും അത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടും അത് മാത്രമല്ല അതിനെക്കുറിച്ചിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ്. എന്ത് പറഞ്ഞാലും ഈ ഒരു റേഷ്യോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് നോക്കാം. റേഷ്യോസിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, ഫിനാൻഷ്യൽ റേഷ്യോ. ഇതിൽ ഫിനാൻഷ്യൽ റേഷ്യോനെ നമ്മൾ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് ലോങ് ടേം സോൾവൻസി റേഷ്യോ എന്നും ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ എന്നും. ഇനി ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന റേഷ്യോ ആണ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഈ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ മറ്റൊരു പേരാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് ലയബിലിറ്റി സൈഡിലെ ലോങ് ടേം ഫണ്ടുകൾ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണ്ടുപിടിക്കാം. അത് ടെക്സ്റ്റിൽ ഇല്ല, എന്നാലും ആവശ്യമുള്ളവർ അത് എഴുതി വെച്ചേക്കാം. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അറിയാം, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതും അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാനാണെങ്കിലും ഈ സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ മാറിപ്പോകരുത്. അതിന് നമ്മൾ ഈ റേഷ്യോ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയൊരു ഷോർട്ട് നോട്ട് ബുക്ക് എടുക്കുക. ആ ഷോർട്ട് നോട്ട് ബുക്കിൽ നിങ്ങൾ ഓരോ റേഷ്യോസും എഴുതുക. ഇപ്പോൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എഴുതി, അതിനുശേഷം ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എഴുതി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റേഷ്യോ അതിൽ വരുന്നത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അതിന്റെ നേരെ തന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വരുന്ന ഐറ്റംസ്, ഇപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വരുന്ന ഐറ്റംസ് നമ്മളോട് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ലോങ് ടേം ഫണ്ട് ആണ്. ഇത് രണ്ടും നിങ്ങൾ എഴുതി വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് റേഷ്യോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഒരു ത്രീ ടൈം അല്ലെങ്കിൽ ഒരു 4 ടൈം റീഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ ഇക്വേഷൻസ് ഒക്കെ മനപ്പാടാവും. പിന്നെ നമുക്കത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അതാണ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ പി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് കവേർഡ് ബൈ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിനെ എത്ര തവണയാണ് അതിന്റെ ഏർണിംഗ്സ് പെർ ഷെയർ കവർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ പറയുന്നത്. അപ്പൊ പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഓക്കെ, അപ്പൊ പി റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ്, ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ കമ്പനിക്ക് ടോട്ടൽ ഏർണിംഗ്സ് പെർ ഷെയർ എത്രയാണോ അതിനെയും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് ഏർണിംഗ് റേഷ്യോ കിട്ടും. അടുത്ത റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അങ്ങനെയാണ്. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിലും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ. നെറ്റ് സെയിൽ നമുക്കറിയാലോ, സെയിലിൽ നിന്നും റിട്ടേൺ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ദെൻ തേർഡ് റേഷ്യോ വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ മറ്റേ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റിന്റെ സ്ഥാനത്ത് എന്തിടുക? നെറ്റ് പ്രോഫിറ്റ് ഇടുക. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി അടുത്ത റേഷ്യോ ആണ്, ഇതൊക്കെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ സപ്പോസ് 20% ആണെന്ന്, സോറി, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 80% ആണെന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും? 20% ആയിരിക്കും. അതായത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് റേഷ്യോയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് 20%, അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 20% ആണെന്നുണ്ടെങ്കിൽ ദി ഓപ്പറേറ്റിംഗ് റേഷ്യോ വിൽ ബി 80%. ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും? 80% ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർഹെഡ്. ഇത് നാലുമാണ് എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെറ്റ് സെയിൽസ് നമുക്കറിയാലോ, സെയിലിൽ നിന്നും റിട്ടേൺ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓവറോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അടുത്തത് ആറാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. അപ്പൊ നിങ്ങൾ മനസ്സിലോർക്കുക ഫിക്സഡ് ചാർജസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഓർക്കുക. സോ ഫസ്റ്റ് അതിന്റെ ഒരു എന്താ പറയാ ഡെഫിനേഷൻ എന്ന് പറയുന്നത് the ratio indicates the number of times the fixed financial charges are covered by income before interest and tax. അതായത് നമ്മുടെ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ്, അതായത് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ച് എല്ലാ വർഷവും അവർ കൊടുക്കേണ്ട ഒന്ന് ഇൻട്രസ്റ്റ് ആണ്. സോ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ആ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് അതിന്റെ ബിറ്റ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിനെ എത്ര തവണ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോയിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോയുടെ ഇക്വേഷൻ നോക്കാം. ഇൻകം ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഓർ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ റേഷ്യോ ഹയർ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണെന്നാണ് നമ്മുടെ ഓപ്ഷൻ പറയുന്നത്. കാരണം ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൂടുതലാണ്, ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ പൊസിഷൻ ആണ് കാണുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേ ഔട്ട് റേഷ്യോയെ കുറിച്ചിട്ടാണ്. പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൊപ്പോർഷൻ ഓഫ് ഏർണിംഗ്സ് പെർ ഷെയർ ഹാസ് ബീൻ യൂസ്ഡ് ഫോർ പേയിങ് ഡിവിഡൻഡ്. നമ്മുടെ ഡിവിഡൻഡ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഏർണിംഗ്സ് പെർ ഷെയറിന്റെ പ്രൊപ്പോർഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ പേ ഔട്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഇക്വിറ്റി ഷെയർ. അടുത്തത് വരുന്നത് ഡിവിഡൻഡ് yield റേഷ്യോ ആണ്. ഡിവിഡൻഡ് yield റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ് ബൈ comparing the rate of dividend per share with its market value. Dividend yield ratio, ഡിവിഡൻഡിൽ നിന്നും നമുക്ക് എത്ര yield ചെയ്യുന്നുണ്ട്, അതായത് കമ്പനിയുടെ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി ആ പർട്ടിക്കുലർ ഷെയറിന് മാർക്കറ്റിൽ എത്ര വിലയുണ്ടോ, അപ്പൊ ഡിവിഡൻഡ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് yield റേഷ്യോ. അതിന്റെ ഇക്വേഷൻ നോക്കുക, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ.
ഓക്കെ, ഇനി ഈ ഒരു റേഷ്യോ, ഡിവിഡന്റ് ഈൽഡ് റേഷ്യോ ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് അവന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റേഷ്യോ ആണ്. കാരണം ഈ ഡിവിഡന്റ് പെർ ഷെയർ, ഇപ്പൊ ഡിവിഡന്റ് പെർ ഷെയർ 20 rupees ആണെന്ന് വെക്കുക, ആ ഡിവിഡന്റ് മാർക്കറ്റ് പ്രൈസിൽ 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അത് ലാഭമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഏറ്റവും നല്ല, അവൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു റേഷ്യോ ആണ് ഡിവിഡന്റ് ഈൽഡ് റേഷ്യോ. അടുത്ത റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ഇതിന്റെ ഹെഡിങ് നോക്കണം, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. ഓക്കെ, ഈ ഒരു രണ്ടുപേര് നമുക്ക് ഇതിന് പറയുന്നുണ്ട്. നെറ്റ് വർത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഇൻറ്റു 100. ഇതിനകത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്കറിയാലോ, നമ്മുടെ എല്ലാ ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട്, ടാക്സ് എമൗണ്ടും കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതിനെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. അത് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, this ratio is important yardstick for performance for equity shareholders since it indicates the return or the fund employed by them. നമുക്കറിയാലോ, ടാക്സും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ആർക്ക് അവകാശപ്പെട്ടത്? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. സോ അവരുടെ ക്യാപിറ്റലിനെ വെച്ചിട്ട് അവർക്ക് എത്ര നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമ്പയർ ചെയ്യാനായിട്ട് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് എന്ന് പറയുന്ന റേഷ്യോയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് വരുന്നത് 9 റേഷ്യോസ് ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി റേഷ്യോ ആണ്. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെയാണ് ആക്ടിവിറ്റി റേഷ്യോയിൽ പറയുന്നത്. ആക്ടിവിറ്റി റേഷ്യോയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് ടേൺ ഓവർ റേഷ്യോ എന്നാണ്. സോ നമുക്ക് ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഓവറോൾ ടേൺ ഓവർ റേഷ്യോ. ഓവറോൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കാം, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ ഓവറോൾ ടേൺ ഓവർ എന്ന് പറയുന്നത് വേർഡ് മീനിങ് എന്താണ്? സെയിൽ എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇവിടുത്തെ ന്യൂമറേറ്ററുകളെല്ലാം സെയിൽ ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്ററിന് മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. അപ്പൊ ഓവറോൾ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് സെയിൽ എന്താണെന്ന് നമുക്കറിയായിരുന്നു. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്? ടോട്ടൽ ഓഫ് ലോങ് ടേം ഫണ്ട്. നെറ്റ് സെയിൽ എന്ന് പറയുന്നത് സെയിലിൽ നിന്നും റിട്ടേൺ കുറച്ചിട്ടുള്ളതിനാണ് നെറ്റ് സെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി റേഷ്യോ, ഓവറോൾ ടേൺ ഓവർ റേഷ്യോ. അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. സോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. സോ ന്യൂമറേറ്ററിൽ വരുന്നത് എന്തായിരിക്കും? നെറ്റ് സെയിൽ ആയിരിക്കും. ഡിനോമിനേറ്ററിലാണ് ഫിക്സഡ് അസറ്റുകൾ വരുന്നത്. അപ്പൊ ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളെ ഫിക്സഡ് അസറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം സെയിലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. ഇതും ഇതിന്റെ കളക്ഷൻ പീരീഡും കണ്ടുപിടിക്കാൻ നമുക്കുണ്ട്. സോ രണ്ടും കൂടെ മാറിപ്പോകരുത്. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിനെ നേരെ തിരിച്ചിട്ടാൽ മതി മറ്റേ ഇക്വേഷൻ കിട്ടാനായിട്ട്. ഓക്കെ, കളക്ഷൻ പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നോക്കാം നമുക്ക്. ഇതെങ്ങനെയാണ്? നമ്മൾ ഡെപ്റ്ററിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്ന ആ ഒരു സ്പീഡ്, അല്ലെങ്കിൽ ആ ഒരു എത്രത്തോളം പെട്ടെന്ന് നമുക്കത് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ, എത്ര പെട്ടെന്ന് ഡെപ്റ്റർ ടേൺ ഓവർ ആയി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ വരുന്നത്, ഡെപ്റ്റേഴ്സിന് നമ്മൾ എപ്പോഴും നടത്തുന്ന സെയില് നെറ്റ് സെയിൽ അല്ലല്ലോ, ക്രെഡിറ്റ് സെയിൽ അല്ലേ നടത്തുന്നത്. സോ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. അവരുടെ നമുക്ക് കിട്ടുന്നത് ബിൽസ് റിസീവബിൾ ആണ്. സോ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ, ആവറേജ് അക്കൗണ്ട് റിസീവബിളിൽ രണ്ടും ഇൻക്ലൂഡ് ചെയ്യും. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യും, പിന്നെന്താണ് ബിൽസ് റിസീവബിളിന്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഡെപ്റ്റ് കളക്ഷൻ പീരീഡ് ആണ്. ഡെപ്റ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഇക്വേഷൻ നേരെ തിരിച്ചിട്ടാൽ മതി. ഇപ്പൊ ഈ ഇക്വേഷൻ തിരിച്ചിടുന്ന പറയുമ്പോൾ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 365 ചെയ്താലും മതി. ഇനി അത് 365 ചെയ്യുന്നത് വർഷത്തിലേക്കാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിലാണ്, മന്തിലേക്കാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ മന്ത് ഓർ ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു 12. മൊത്തം 12 മാസമല്ലേ, സോ ഇൻറ്റു 12. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ഡെറ്റ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാം.
ഇനി അല്ലെങ്കിൽ മന്തിൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ ടെക്സ്റ്റിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. മന്ത് ഓർ ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമുക്ക് ഏത് ഇക്വേഷൻ ആണെങ്കിലും യൂസ് ചെയ്യാം, എളുപ്പമായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ക്രെഡിറ്റ് സെയിൽ 80,000 ആണ്, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ആണ്. ക്രെഡിറ്റ് സെയിൽ 80,000 ആണ്, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ 20,000 ആണ്. സോ 80,000 ഡിവൈഡ് ബൈ 20,000 4 ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അടുത്തത് ഡെബ്റ്റ് കളക്ഷൻ പീരീഡ്. ഡെബ്റ്റ് കളക്ഷൻ പീരീഡ് ഇവിടെ കണ്ടുപിടിക്കുന്നത് നമുക്ക് മൊത്തം 12 മാസമാണുള്ളത്. സോ മന്ത് ഓർ ഡേയ്സ് ഇൻ എ ഇയർ, ഇവിടെ മന്ത് ഉള്ളത് 12 മാസം ഡിവൈഡ് ബൈ ഡെബ്റ്റ് കളക്ഷൻ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? 4 ആയിരുന്നു, മുന്നേ കിട്ടിയായിരുന്നു. സോ 12 ഡിവൈഡ് ബൈ 4 3 മന്ത് ആയിരിക്കും ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പോലെ അടുത്ത് നമുക്ക് വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മുടെ ക്രെഡിറ്ററിന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയതിന്റെ പേയ്മെന്റ് എത്രത്തോളം സ്പീഡിൽ കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നത്. സോ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രെഡിറ്റേഴ്സിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. സോ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് പേയബിൾ. ഇനി അക്കൗണ്ട് പേയബിളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടും വരും, ബിൽസ് പേയബിളിന്റെ എമൗണ്ടും. ഈ 2 എമൗണ്ടും ആവറേജ് അക്കൗണ്ട് പേയബിളിൽ വരും. ഇനി ഇതിന്റെ ക്രെഡിറ്റ് പീരീഡ് എൻജോയ്ഡ്, നമുക്ക് എത്രത്തോളം ക്രെഡിറ്റ് പീരീഡ് കിട്ടും എന്നുള്ളത് അറിയണമെങ്കിൽ മന്ത് ഓർ ഡേയ്സിന്റെ ഇയർ ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ. ഡെപ്റ്റേഴ്സിനെ പോലെ തന്നെ ഇവിടെ എല്ലാം ടേൺ ഓവറിനും എമൗണ്ടിനും മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. സോ ഇതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് റേഷ്യോ ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇൻവെന്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ്. ആവറേജ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡ് ബൈ 2, അത് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഇൻവെന്ററി കിട്ടും. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇതാണ്. അടുത്ത റേഷ്യോ ആണ് ഫിനാൻഷ്യൽ റേഷ്യോസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പഠിച്ചു, പിന്നെ ടേൺ ഓവർ റേഷ്യോസ് പഠിച്ചു. മൂന്നാമത്തെ റേഷ്യോ ആണ് ഫിനാൻഷ്യൽ റേഷ്യോ. ഫിനാൻഷ്യൽ റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോവരുത്. ഇതിന് ഓരോത്തിനും ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. അതിൽ കൂടിയാലും പ്രശ്നമാണ്, അതിൽ കുറഞ്ഞാലും പ്രശ്നമാണ്. സോ ഒരു ഐഡിയൽ റേഷ്യോ ഇവിടെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് റേഷ്യോ നോക്കാം, ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ പറയുന്നത് നമ്മൾ ലോങ് ടേം ഫണ്ട് വെച്ചിട്ട് എത്രത്തോളം ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റേഷ്യോ എത്രത്തോളം ആണെന്ന് അറിയണം. സോ ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട് ആണ്. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ ടു ദി ഡേറ്റ്. അതായത് ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ് എത്രയാണോ അതിൽ നിന്നും ആ ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിനെയാണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 0.67 ആണ്. ഒരിക്കലും 1ന് മുകളിലേക്ക് വരരുത്, അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുസരിച്ച് റേഷ്യോന്റെ കമന്റ് എഴുതാം. കമന്റ് എഴുതണം നമ്മൾ ശരിക്കും റേഷ്യോ പ്രിപ്പയർ ചെയ്യുന്ന ടൈമില്. അടുത്തത് വരുന്ന ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പേരിൽ തന്നെയുണ്ട്. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാനായിട്ടാണ്. ഔട്ട്സൈഡേഴ്സ് ഫണ്ടും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടും തമ്മിലുള്ള റേഷ്യോ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോക്ക് 2 ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ടോട്ടൽ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിസിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന് ഒരു ഐഡിയൽ റേഷ്യോ പറയുന്നുണ്ട്. ടോട്ടൽ ലോങ് ടേം ഡെപ്റ്റ് ഡസ് നോട്ട് എക്സീഡ് ട്വൈസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഡബിൾ ആവരുത് ഒരിക്കലും ടോട്ടൽ ലോങ് ടേം ഫണ്ട്. അപ്പൊ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് നോക്കണം. മൂന്നാമത്തെ റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. സോ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്രൈറ്റേഴ്സും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ ടാഞ്ചിബിൾ അസറ്റ്, ഫിക്സഡ് അസറ്റ് അല്ല, നെറ്റ് അസറ്റും അല്ല, ടാഞ്ചിബിൾ അസറ്റുകളും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ നോക്കാം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്. അതായത് നമ്മുടെ മൊത്തം ടാഞ്ചിബിൾ അസറ്റിൽ നിന്നും എത്ര ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടുമായിട്ടുള്ള റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അറിയാലോ, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പിന്നെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ലോ അങ്ങനത്തെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്നുമല്ല, ബാക്കി എല്ലാ ടാഞ്ചിബിൾ ഐറ്റംസും ടാഞ്ചിബിൾ അസറ്റുകളും നമ്മളിവിടെ എടുക്കും. അടുത്ത റേഷ്യോ
വരുന്നത് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് ആണ്. ഞാനത് ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയി, നമുക്കത് ഹൈലൈറ്റ് ചെയ്യാം. അടുത്തത് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ ആണ്. ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോയിൽ വരുന്നത് ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം ലയബിലിറ്റി എത്ര പെട്ടെന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് കറണ്ട് റേഷ്യോയിലൂടെയാണ്. ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ് വരുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. സോ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതിന്റെ ഐഡിയൽ റേഷ്യോ എപ്പോഴും 2:1 എന്നുള്ള റേഷ്യോയിലാണ്. കറണ്ട് അസെറ്റ് 2ഉം കറണ്ട് ലയബിലിറ്റി 1ഉം. ഇപ്പൊ കറണ്ട് ലയബിലിറ്റി 1 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അസെറ്റ് എത്ര വേണം? 2 ലക്ഷം വേണം. എന്നാൽ മാത്രമാണ് ആ റേഷ്യോ നമുക്ക് ഐഡിയൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് കറണ്ട് റേഷ്യോ വരുന്നത്. അടുത്ത റേഷ്യോ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. നമ്മളോട് എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്നത് എന്താണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് അസെറ്റും കറണ്ട് ലയബിലിറ്റി തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് അസെറ്റും ലിക്വിഡ് ലയബിലിറ്റികളും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ലിക്വിഡ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇതിൽ ലിക്വിഡ് അസെറ്റ് എന്താണ്? ശരിക്കുള്ള കറണ്ട് അസെറ്റ് അല്ല, ലിക്വിഡ്, അതിലും ലിക്വിഡായിട്ട് നമുക്ക് വരുന്ന അസറ്റുകളാണ് ലിക്വിഡ് അസെറ്റിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ലിക്വിഡ് റേഷ്യോയുടെ ഇക്വേഷൻ പറഞ്ഞു ലിക്വിഡ് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇനി ലിക്വിഡ് അസെറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് ലെസ് ഇൻവെന്ററി ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കറണ്ട് അസെറ്റ് ലെസ് സ്റ്റോക്ക് ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മുടെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചിട്ടുള്ള ബാക്കിയുള്ള കറണ്ട് അസെറ്റ്, അതിനെയാണ് നമ്മൾ ലിക്വിഡ് അസെറ്റ് എന്ന് പറയുന്നത്. ആ ലിക്വിഡ് അസെറ്റ് നമ്മുടെ കയ്യിലുള്ള കറണ്ട് ലയബിലിറ്റികളും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് ലിക്വിഡ് അസെറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ്. നമ്മൾ ലിക്വിഡ് അസെറ്റ് ആദ്യമേ പറഞ്ഞു, ലിക്വിഡ് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് പറഞ്ഞത്. ഈ ഇക്വേഷനിൽ ലിക്വിഡ് അസെറ്റും ലിക്വിഡ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇനി ലിക്വിഡ് ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ലെസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലെസ് ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ, കറണ്ട് ലയബിലിറ്റിയിൽ നിന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഐഡിയൽ റേഷ്യോ എപ്പോഴും 1:1 ആയിരിക്കണം. ഓക്കെ, രണ്ടും ഇപ്പൊ 1 ലക്ഷം ലിക്വിഡ് അസെറ്റ് ഉണ്ടെങ്കിൽ 1 ലക്ഷം ലിക്വിഡ് ലയബിലിറ്റി ഉണ്ടാവണം. അങ്ങനെയാണ് ഇതിന്റെ റേഷ്യോ നിൽക്കുന്നത്, ഐഡിയൽ റേഷ്യോ നിൽക്കുന്നത്. അടുത്ത റേഷ്യോ വരുന്നത് സൂപ്പർ ക്വിക്ക് റേഷ്യോ ആണ്. സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ലയബിലിറ്റി സൂപ്പർ ക്വിക്ക് അസെറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് സൂപ്പർ ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഇതിൽ സൂപ്പർ ക്വിക്ക് അസെറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റിൽ നിന്ന് സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസും ഡെപ്റ്റേഴ്സും കുറച്ച് കിട്ടുന്നതിനെയാണ് നമ്മൾ സൂപ്പർ ക്വിക്ക് അസെറ്റ് എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഇതിനാണ് നമ്മൾ സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനങ്ങനെ റേഷ്യോ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 1:1 നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സൂപ്പർ ക്വിക്ക് റേഷ്യോയില്. ലിക്വിഡ് റേഷ്യോ പറഞ്ഞ പോലെ തന്നെയാണ് സൂപ്പർ ക്വിക്ക് റേഷ്യോ. പക്ഷെ ഇവിടെ സൂപ്പർ ക്വിക്ക് അസെറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡെപ്റ്റേഴ്സും കുറയ്ക്കുന്നതാണ് സൂപ്പർ ക്വിക്ക് അസെറ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ. ഇത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു റേഷ്യോ ആണ് തിയറി ആയിട്ട്. ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റേഷ്യോ ഡിനോട്ട് ദ ലിക്വിഡിറ്റി ഓഫ് എ ഫേം ഇൻ റിലേഷൻ ടു ഇറ്റ്സ് എബിലിറ്റി ടു മീറ്റ് പ്രൊജക്റ്റഡ് ഡെയിലി എക്സ്പെൻഡിച്ചർ ഫ്രം ഓപ്പറേഷൻ. നമുക്കൊരു ഓപ്പറേഷനിൽ നിന്ന് വരുന്ന ഡെയിലി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ, ആ എക്സ്പെൻഡിച്ചർ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോയിൽ നിന്നാണ്. സോ ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് അസെറ്റ്, അതായത് ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ്. നമ്മുടെ ലിക്വിഡ് അസെറ്റ് എത്രയാണോ അതിൽ നിന്നും ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റഡ് ഡെയിലി ക്യാഷ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ദിവസം ഒരു ബിസിനസ്സിന് എത്ര ക്യാഷ് എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. സോ ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ. അതായത് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ നമ്മൾ എത്ര പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ അത് ഡിവൈഡഡ് ബൈ ഒരു വർഷം എത്ര ദിവസം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ക്യാഷ് റിക്വയർമെന്റ് നമുക്ക് കിട്ടും. സോ ലിക്വിഡ് അസെറ്റ് ഡിവൈഡ് ബൈ ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ കിട്ടും.
The defensive interval ratio is thought by many people to be better liquidity measure than Quick and current ratio. ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോയും ഒക്കെ വെച്ചിട്ട് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേമുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ ആണ്. കാരണം നമുക്ക് ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള ലിക്വിഡ് അസറ്റിംഗിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. Because these ratios compare asset to liability rather than comparing asset to expense. ഇവിടെ അസറ്റും ലയബിലിറ്റി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ അസറ്റും എക്സ്പെൻസും ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ദി DIR ആൻഡ് കറണ്ട് ഓർ ക്വിക്ക് റേഷ്യോ വുഡ് ഗീവ് ക്വൈറ്റ് ഡിഫറെന്റ് റിസൾട്ട് ഇഫ് ദി കമ്പനി ഹാഡ് allot of expense but no debt. അതായത് കറണ്ട് ഓർ ക്വിക്ക് റേഷ്യോ തമ്മിലുള്ള റിസൾട്ട് ആണ് ഇതിനകത്ത് വരുന്നത് ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോയില്. സോ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണെന്ന് എഴുതാം, അതിൽ ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സും കൂടെ എന്താണെന്ന് എഴുതാം. ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സ് എന്താണ്, നമുക്ക് ടോട്ടൽ വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ. ഇനി ലാസ്റ്റ് റേഷ്യോ ആണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് earnings after tax അല്ലെങ്കിൽ profit after tax plus depreciation plus interest on loan divided by interest on loan plus loan repayment in a year. Okay. ഇനി ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ബിസിനസിന് ഇൻട്രസ്റ്റ് മാത്രമല്ല ഒരു മാസം കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിന് ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ പോരാ, അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ കൊടുക്കണം. സോ നമ്മൾ ഒരു വർഷം മേക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ലോണും ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. So അതിന്റെ ഇക്വേഷൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്ലസ് ലോൺ റീപേയ്മെന്റ് ഇൻ എ ഇയർ. ഓക്കെ, ഇതിന് ഐഡിയൽ റേഷ്യോ പറയുന്നത് 2 ആണ്. 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് അവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു റേഷ്യോസ്. ഇനി നമുക്ക് വരുന്ന ഒരു നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു അഡീഷണൽ റേഷ്യോസിൽ ഒന്നാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓക്കെ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ പറയാം. എനിക്കിവിടെ എഴുതാനായിട്ടൊരു ബോക്സ് ഇല്ല, സോ ഞാനൊന്ന് പറയാവേ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ലോങ് ടേം ഡെപ്റ്റ് നമുക്ക് എന്താണെന്നറിയാം, നമുക്ക് എന്താ പറയാ, ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ല, നമുക്ക് ലോങ് ടേം വരുന്ന ഡെപ്റ്റ്, അതായത് ലോണ്, മോർഗേജ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വരുമ്പോൾ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പിന്നെ വരുന്നത് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അഡീഷണൽ ആയിട്ട് വരുന്ന 2 ഇക്വേഷൻസ്. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്കത് അപ്പം പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.